നമ്മൾ എത്രയും പെട്ടെന്ന് മുരിങ്ങൂരിലെ ആ ഒരു സർവീസ് റോഡുകൾ ഓവർലേ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇന്ന് രാത്രി തന്നെ സ്റ്റാർട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് എത്രയും പെട്ടെന്ന് ആ ഓവർലേ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ചെയ്യുന്നതിന് കുറച്ച് ടൈം എടുക്കും. കാര്യം എന്ന് പറഞ്ഞാൽ വണ്ടികൾ ബ്ലോക്ക് ചെയ്തായിരിക്കും നമുക്കത് ചെയ്യേണ്ടി വരും സർവീസ് റോഡ്. അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മൾ ഓവർലേ ചെയ്ത് തീർക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇന്ന് രാത്രി തന്നെ സ്റ്റാർട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഞങ്ങളിവിടെ സംസാരിച്ചു ഇവിടെ ബന്ധപ്പെട്ടവരുണ്ടായിരുന്നു. സംസാരിച്ചിട്ടുണ്ട് അമ്പലൂരിലുള്ള വർക്ക് നിർത്തിപ്പോ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ അത് അങ്ങനെ ചെയ്യാന്നാണ് പറഞ്ഞത്. ഒരു മനുഷ്യനായാലും പോകാൻ പറ്റില്ല, അത്രയും പൊടിയാണ് ഇവര്. ഇതെല്ലാം മര്യാദ എന്തായാലും അവര് ചെയ്യട്ടെ, നമുക്കത് നോക്കാം. എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ചാലക്കുടി റെസ്റ്റ് ഹൗസിൻ്റെ മുന്നിലാണ്. ഏതാനും നിമിഷങ്ങൾക്ക് മുൻപ് വരെ ഈ റെസ്റ്റ് ഹൗസിന് മുന്നിൽ വളരെ ഉദ്യോഗജനകമായ നിമിഷങ്ങളായിരുന്നു, കലുഷിതമായ രംഗങ്ങളായിരുന്നു. ഇവിടെ ഇന്ന് പ്രൊജക്ട് ഡയറക്ടർ, ദേശീയപാത പ്രൊജക്ട് ഡയറക്ടർ അൻസിൽ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ വരാമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ സമയം നോക്കി ഫിക്സ് ചെയ്ത 3 മണി സമയം ഇന്ന് റെസ്റ്റ് ഹൗസിൽ ആ ഉദ്യോഗസ്ഥൻ എത്തിയില്ല. പകരം പ്രൊജക്ട് എഞ്ചിനീയർ ആയിട്ടുള്ള അമൽ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനാണ് എത്തിയത്. ഇതിനെ തുടർന്ന് ഈ ചർച്ചയ്ക്ക് വേണ്ടി ഇവിടെ എത്തിയ കൊരട്ടി, കാടുകുറ്റി, മേലൂർ, ചാലക്കുടി എന്നീ പഞ്ചായത്തുകളിലും തദ്ദേശഭരണ സ്ഥാപനങ്ങളിലെയും ജനപ്രതിനിധികൾ ഈ ഉദ്യോഗസ്ഥനെ ഇവിടെ തടഞ്ഞു വെച്ചു, റൂം അടച്ചുപൂട്ടി. അതിനുശേഷം പോലീസ് വന്നു. കൊരട്ടി ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KR സുമേഷുമായിട്ട് ഉന്തും തള്ളുമുണ്ടായി. അദ്ദേഹത്തെ വകഞ്ഞുമായിട്ട് ഉള്ളിലേക്ക് പ്രവേശിപ്പിച്ച് ഇപ്പോൾ CPIഎമ്മിൻ്റെ ഏരിയ സെക്രട്ടറി KS അശോകൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരും LDFിൻ്റെ ഘടകകക്ഷി നേതാക്കന്മാരും DYSP, ചാലക്കുടി DYSP ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരുമായി നടത്തിയ ഒരു ചർച്ചയുടെ ഫലമായിട്ട് ഇന്ന് വൈകുന്നേരം തന്നെ ഈ ടാറിംഗ് മുരിങ്ങൂർ ആരംഭിക്കാമെന്ന്, അതിനുശേഷം മാത്രമേ ഇവിടെ തടഞ്ഞു വെച്ചിട്ടുള്ള ഉദ്യോഗസ്ഥൻ ഇവിടുന്ന് പോവുകയുള്ളൂ. മറ്റു അനുബന്ധമായ കാര്യങ്ങൾ ഇപ്പോൾ എത്തിയിട്ടുള്ള അമൽ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനുമായിട്ടും അതുപോലെ തന്നെ CPIഎമ്മിൻ്റെ ഏരിയ സെക്രട്ടറി KS അശോകൻ ഉൾപ്പെടെ DYSP സാർ ഉൾപ്പെടെ പോലീസ് ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ എന്നിവർ നടത്തിയ ചർച്ചയ്ക്കൊടുവിൽ ഇപ്പോൾ സമ്മതിച്ചിരിക്കുകയാണ്. അങ്ങനെ ഈ വിഷയം ഇപ്പോൾ പര്യവസാനിച്ചിരിക്കുകയാണ്. ഇന്ന് തന്നെ ഈ മുരിങ്ങൂർ ഭാഗത്തെ സർവീസ് റോഡ് ടാർ ചെയ്യുമെന്നാണ് ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത്. നമ്മൾ 18-ാം തീയതി നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ PD ഓഫീസിലേക്ക് ഒരു സമരം വെച്ചിരുന്നു. അത് നമ്മുടെ ഈ പ്രദേശത്തെ ആളുകൾ മാത്രമല്ല, കാശ്മീർ മുതൽ കന്യാകുമാരി വരെ നമ്മുടെ നാഷണൽ ഹൈവേയുടെ യാത്ര ചെയ്യുന്ന മുഴുവൻ ആളുകൾക്കും വേണ്ടി നമ്മൾ നടത്തിയിട്ടുള്ള ഒരു സമരമാണ്. ആ സമരത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ നമ്മളവിടെ വിശദീകരിക്കുകയും നമ്മൾ PDയെ നേരിൽ കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനായിട്ട് ശ്രമിച്ചിരുന്നു. പക്ഷേ PD ഒന്നും ഓഫീസിലില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പം നമ്മളോട് പിന്നെ ഏറ്റവും അടുത്ത ദിവസം ഇന്നലെ എന്നാണ് നമ്മളോട് പറഞ്ഞിരുന്നത്. നാളെ ഡൽഹിയിൽ ടോളുമായി ബന്ധപ്പെട്ടതായിരിക്കും നമ്മൾ വിചാരിക്കുന്നു. സുപ്രീം കോടതിയിൽ കേസുള്ളതുകൊണ്ട് ഡൽഹിയിൽ പോയിരിക്കുന്നു എന്നാണ് നമ്മളോട് പറഞ്ഞിരുന്നത്. അപ്പൊ ഇന്നലെ PD അടക്കമുള്ളവർ വന്ന് പഞ്ചായത്തിലെ മെമ്പർമാരെയും 3 പഞ്ചായത്തുകളെ റെപ്രസെന്റ് ചെയ്യുന്ന ആളുകളെ ഇവിടെ കാണാം, PWD റെസ്റ്റ് ഹൗസിൽ ഒരു മീറ്റിംഗ് വിളിച്ച് കാണാമെന്നാണ് നമ്മളോട് പറഞ്ഞിരുന്നത്. ഇന്നലെ മിനിഞ്ഞാന്ന് അമൽ വിളിച്ചിട്ട് ഇന്നലെ PDക്ക് ഒഴിവില്ല, അതുകൊണ്ട് ഇന്ന് 3 മണിയിലേക്ക് ആ യോഗം മാറ്റണം എന്ന് ആവശ്യപ്പെടുകയും നമ്മൾ PDയുടെ അവധി അല്ലെങ്കിൽ ഒഴിവ് നോക്കിയിട്ട് ഇന്ന് നടത്താനായിട്ട് ആലോചിച്ചിരുന്ന ഒരു യോഗമാണ്. പക്ഷെ ഇന്ന് 3 മണിക്ക് ഇവിടെ എത്തുമ്പോഴാണ് അമൽ എന്ന് പറയുന്ന സൈറ്റ് എഞ്ചിനീയർ ആണ് ഇവിടെ ഈ മീറ്റിംഗിന് വന്നിട്ടുള്ളത്. നമുക്കറിയാം നമ്മുടെ ഹൈക്കോടതി അടക്കം ഈ ഒരു ട്രാഫിക്കുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുകയും കൃത്യമായി മുരിങ്ങൂരിന്റെ ഗതാഗത കുരുക്ക് പേരെടുത്ത് പരാമർശിക്കുകയും ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ പ്രദേശത്തെ മുഴുവൻ ആളുകളും ഈ പ്രശ്നത്തെ അഭിമുഖീകരിക്കുന്നത് മാത്രമല്ല, കടന്നുപോകുന്ന മുഴുവൻ ആളുകളെയും ബാധിക്കുന്ന ഒരു പൊതുപ്രശ്നമാണിത്. ആ നിലയ്ക്ക് നമ്മൾ വളരെ സീരിയസ് ആയിട്ടാണ് നമ്മൾ ഈ വിഷയത്തെ കാണുന്നത് എന്നുള്ളതുകൊണ്ടാണ് ഈ പഞ്ചായത്ത് പ്രസിഡന്റുമാരെല്ലാവരും മറ്റു പരിപാടികൾ മാറ്റിവെച്ച് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത്. പക്ഷേ അതിനെ പുല്ലുവില കൽപ്പിച്ചുകൊണ്ടാണ് ഇന്ന് ഇവിടെ PD ഹാജരാകാതെ പകരം ഒരു സൈറ്റ് എഞ്ചിനീയറെ പറഞ്ഞു വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പൊ നമുക്ക് കൃത്യമായ ഒരു ഉത്തരം വേണം. കാരണം അവിടെ നമുക്കറിയാം, നമുക്ക് റോഡുകളെല്ലാം കേടായി കിടക്കുന്നു, ഓടകളുടെ പണി വളരെ അശാസ്ത്രീയമായി നിർമ്മിച്ചിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് വെള്ളക്കെട്ടും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നു, വീടുകളിലേക്ക് വെള്ളം കയറുന്ന സാഹചര്യമാണ്. ഒപ്പം ബൈ റൂട്ട്സിന്റെ ഭാഗമായിട്ട് ഇവർ ഗതാഗതം തിരിച്ചുവിട്ടുള്ള വഴികൾ മുഴുവൻ കേടായി, ജനങ്ങൾക്ക് നടക്കാനോ കുട്ടികൾക്ക് സ്കൂളിലേക്കോ പോകാൻ കഴിയാത്ത സാഹചര്യമാണ്, ആംബുലൻസുകൾക്ക് പോകുമ്പോൾ പോലും പോകാൻ കഴിയാത്ത സാഹചര്യമാണെന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഈ യോഗത്തിന് അത്ര പ്രാധാന്യം കൊടുത്ത് ഇവിടെ എല്ലാവരും എത്തിയത്. അപ്പൊ ഈ ഒരു ഉദ്യോഗസ്ഥനാണ് ഇവിടെ വന്നത്. അദ്ദേഹത്തിനാണെങ്കിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയാനോ തീരുമാനമുള്ള ഒരാളല്ല എന്ന് അവർ ഇന്ന് വൈകുന്നേരം തന്നെ ഈ റോഡിന്റെ പണി ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് സമരസമിതിയുമായി ബന്ധപ്പെട്ട് സംസാരിച്ച് ധാരണയായിട്ടുള്ളത്. അതിനുശേഷം മാത്രമാണ് ഉദ്യോഗസ്ഥൻ ഇവിടെ നിന്ന് പോവുക. പണി ഇന്ന് വൈകുന്നേരം തന്നെ ആരംഭിക്കും. ഏറ്റവും അടുത്ത ദിവസം PD നേരിട്ട് ഇവിടെ ഒരു മീറ്റിംഗ് എടുക്കാമെന്നും കൂടിയാണ് ഇപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഉറപ്പ്.